ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അഞ്ജലി ഡിലൈറ്റ്സ്. ഞാൻ ദിലീപാണ് സംസാരിക്കുന്നത്. ഇന്നത്തെ ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജി പി റേറ്റിംഗ് എവിടെയാണ് പഠിക്കേണ്ടത്, ജി പി റേറ്റിംഗ് എങ്ങനെയാണ് പഠിക്കേണ്ടത്, ജി പി റേറ്റിംഗിൻ്റെ ഫീസൊക്കെ എത്രയാണ്, ജി പി റേറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ പ്ലേസ്മെൻറ്റ് കിട്ടുമോ, ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബ് ഇതിലൊക്കെ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് ജി പി റേറ്റിംഗ്? ജി പി റേറ്റിംഗ് എന്താണെന്ന് അറിയാതെ തന്നെ കുറേ കുട്ടികൾ +2 സയൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ജി പി റേറ്റിംഗ് ചെയ്യാൻ വരാറുണ്ട്. ജി പി റേറ്റിംഗ് ചെയ്യേണ്ടതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് 10th ആണ്. 10th നമ്മൾ ഒരു 55 എബോവ് മാർക്കും അതേപോലെ തന്നെ ഇംഗ്ലീഷിൽ ഒരു 45 എബോവ് മാർക്കും ഉണ്ടെങ്കിൽ നമുക്ക് ജി പി റേറ്റിംഗ് ജനറൽ പർപ്പസ് റേറ്റിംഗിൽ ചേരാൻ പറ്റും. +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇതിൽ 60% മേലെയും ഇംഗ്ലീഷിൽ ഒരു 60% അടുപ്പിച്ചുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ജി പി റേറ്റിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ DNSO അല്ലെങ്കിൽ BSc നോട്ടിക്കൽ സയൻസോ ജി പി റേറ്റിംഗ് നമുക്ക് ഇത്ര മാത്രമേ എലിജിബിലിറ്റി, വെറും 10th പാസ്സായാൽ മാത്രമേ നമുക്ക് ജി പി റേറ്റിംഗിൽ ചേരാൻ പറ്റും. ജി പി റേറ്റിംഗ് എന്ന് പറയുന്നത് ഓഫീസർ റാങ്കിലേക്കുള്ള കാറ്റഗറി അല്ല. ജി പി റേറ്റിംഗ് എന്ന് പറയുന്നത് ഓഫീസർ റാങ്കിൽ നിന്നും താഴേക്കുള്ള കാറ്റഗറിയാണ്. അതായത് റേറ്റിംഗ്സ് എന്ന് പറയും. അവരാണ് ക്രൂ. അതായത് ക്രൂ മെമ്പറിൽ വരുന്ന മെയിൻ കാറ്റഗറീസിൽ വരുന്ന ഇവരാണ് റേറ്റിംഗ്സ്. റേറ്റിംഗ്സ് എന്ന് പറയുന്നത് ജി പി റേറ്റിംഗ് കഴിഞ്ഞും CCMC കഴിഞ്ഞും ഫിറ്റർ കോഴ്സ് കഴിഞ്ഞും വരുന്നവരൊക്കെ ഉണ്ട്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ റേറ്റിംഗ്സ് ആണ്. കുറെ പേർക്ക് ഈ ഒരു ചോദ്യമുണ്ട്, ജി പി റേറ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായിട്ടാണ് പോകുന്നത്? ജി പി റേറ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റേറ്റിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളൊരു താഴ്ന്ന റാങ്കിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ജി പി റേറ്റിംഗ് ജനറൽ പർപ്പസ് റേറ്റിംഗ് എന്ന് പറയുന്നത് 2 ഡിവിഷൻ ആയിട്ടുള്ളതാണ്. അതായത് നിങ്ങൾക്ക് എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിലും ചൂസ് ചെയ്യാൻ പറ്റും, ഡെക് ഡിപ്പാർട്ട്മെന്റിലും ചൂസ് ചെയ്യാൻ പറ്റും. എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ നമ്മൾ ട്രെയിനിങ് വൈപ്പർ ആയിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഡെക് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ ട്രെയിനിങ് OS ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ജോയിൻ ചെയ്ത് അങ്ങനെ നമുക്ക് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് വൈപ്പർ റാങ്കിലും OS റാങ്കിലും മാറാൻ പറ്റും. എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിലും ഡെക് ഡിപ്പാർട്ട്മെന്റിലും. അത് കഴിഞ്ഞ് ഒരു 18 മാസത്തെ എക്സ്പീരിയൻസും പ്ലസ് വാച്ച് കീപ്പിംഗ്, COP ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെക്കിൽ AB ആയിട്ടും എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിൽ ഓയിലർ ആയിട്ടും ജോയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓയിലർ ആയിട്ട് നിങ്ങൾ എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്ത് കുറെ കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഫിറ്റർ ജോലിയായിട്ടുള്ള ഫിറ്റിങ്സ്, അതേപോലെ തന്നെ വെൽഡിങ്, ബ്രേസിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അത് ലെയ്ത്ത് മെഷീൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ലപോലെ പഠിച്ചു കഴിഞ്ഞു, നിങ്ങൾക്ക് അതിനുള്ള ടാലന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിറ്റർ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഡെക് ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ AB ആയിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ AB ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് കാലങ്ങളായിട്ട് AB ആയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോസൺ ആയിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. ഈ ബോസൺ അതേപോലെ തന്നെ എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റ് ഫിറ്റർ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പെറ്റി ഓഫീസേഴ്സ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ഒന്നുകിൽ ഡെക് ഡിപ്പാർട്ട്മെന്റ് AB കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബോസൺ ആകാം. ഇല്ല എന്നുണ്ടെങ്കിൽ ടാങ്കർ പോലെയുള്ള വെസലിലാണെങ്കിൽ നിങ്ങൾക്ക് പമ്മാൻ എന്നുള്ള റാങ്കിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റും. അതായത് ഷിപ്പിൽ നമുക്ക് 4 പെറ്റി ഓഫീസേഴ്സാണ് ഉണ്ടാവുക ഒരു ടാങ്കർ വെസലിൽ. ഒന്ന് ഫിറ്റർ, എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റ് ഫിറ്റർ, പിന്നെ എന്ന് പറഞ്ഞാൽ ഡെക്കില് ബോസൺ, പിന്നെ വരുന്നത് പമ്മാൻ, പിന്നെ വരുന്നത് ചീഫ് കുക്ക്. ഇവർ 4 പേരെയാണ് നമ്മൾ പെറ്റി ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇവർ ഓഫീസറുമല്ല, അതായത് താഴെയുള്ള റേറ്റിംഗ്സുമല്ല, രണ്ടിന്റെയും മിഡിൽ വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഒരു സൂപ്പർവൈസർ എന്നുള്ള കാറ്റഗറിയാണ് ഇവർക്ക് പെടുന്നത്. അപ്പോൾ 10th പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് +2 ചെയ്യാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു മെർച്ചന്റ് നേവിയിലേക്കാണ് കാലെടുത്ത് വെക്കേണ്ടതുണ്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് 10th കഴിഞ്ഞ പാടന്നെ നിങ്ങൾ ജി പി റേറ്റിംഗ് ചേരാൻ പറ്റുന്നതാണ്. ജി പി റേറ്റിംഗിന് ഇപ്പോൾ ബോയ്സിനും പറ്റും ഗേൾസിനും പറ്റും. കുറെ കമ്പനീസ് ഇപ്പോൾ ഗേൾസിനും എൻട്രി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജി പി റേറ്റിംഗ് ചെയ്യണമെങ്കിൽ ഇത്ര മാത്രമേ കാര്യമുള്ളൂ. പിന്നെ ജി പി റേറ്റിംഗ് എവിടെ ചെയ്ത് കഴിഞ്ഞാൽ പ്ലേസ്മെന്റ് കിട്ടും എന്നുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ജി പി റേറ്റിംഗ് പഠിക്കേണ്ട മെയിൻ ആയിട്ടുള്ള 3 കോളേജസ് ആണ് പ്ലേസ്മെന്റ് തരുന്നത്. ഒന്ന് ഗോവയിലുള്ള ന്യൂസി ആണ് ഫസ്റ്റ് അവര് പ്ലേസ്മെന്റ് തരുന്നത്. നല്ല റാങ്കിലൊക്കെ നമ്മളെ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ജി പി റേറ്റിംഗിൽ അവർ തന്നെ നമുക്ക് പ്ലേസ്മെന്റ് തരും. അവർ തന്നെ നമ്മൾ പ്ലേസ്മെന്റിന് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യിപ്പിക്കും. നമ്മൾ പോയിട്ട് അറ്റൻഡ് ചെയ്ത് നമ്മളെ എന്താണോ നമ്മളെ ടാലന്റ് അത് കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ ആ പ്ലേസ്മെന്റ് നമുക്ക് കൈക്കലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെയുള്ളത് TS റഹ്മാൻ, മുംബൈയിലുള്ള TS റഹ്മാനാണ് ഉള്ളത്. TS റഹ്മാനിൽ 100% പ്ലേസ്മെന്റ് ഇല്ലാതെങ്കിലും അവിടെ എന്തായാലും പ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ട്. അതായത് ആംഗ്ലോ ഈസ്റ്റേൺ ഫ്ലീറ്റ് മാനേജ്മെന്റ് എന്നുള്ള കമ്പനീസ് ഒക്കെ വന്നിട്ട് കുറേയേറെ 60%ഓളം പ്ലേസ്മെന്റ് TS റഹ്മാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ഗ്രേറ്റ് ഈസ്റ്റേൺ കോളേജിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ പോയി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് പ്ലേസ്മെന്റ് കിട്ടുന്നതായിരിക്കും.
ഇതേപോലെ തന്നെ ഇവരെ ഫീസ് ഷെഡ്യൂളും മാറ്റമുണ്ട്. അതായത് ന്യൂസിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ന്യൂസിൽ നിങ്ങൾക്ക് വരുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഒരു 2,15,000 രൂപയാണ് ഫീ വരുന്നത്. പിന്നെ TS റഹ്മാനിൽ നിങ്ങൾ പോയി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 ലക്ഷം അടുപ്പിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഫീ വരിക. ഗ്രേറ്റ് ഈസ്റ്റേൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നിങ്ങൾ പോയി പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു 4 ലക്ഷം രൂപ വരെ 4,25,000 രൂപ വരെ ഫീ വരും. പ്ലസ് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ ഫീയും. ഓക്കെ, സോ ഇങ്ങനെയാണ് ഫീസ് ഷെഡ്യൂൾ വരുന്നത്. നമ്മളിപ്പോൾ ഗ്രേറ്റ് ഈസ്റ്റേണിൽ ഫീ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെറിയ ചെറിയ കോളേജിലൊക്കെ പോയി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്ലേസ്മെന്റ് നമുക്ക് കിട്ടത്തില്ല. സോ അതുകൊണ്ട് ഫീ ഒരിക്കലും നമ്മൾ ഇതിനെക്കുറിച്ച് ഈ ഷിപ്പ് ഫീൽഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഫീനെ കുറിച്ച് നമുക്കൊരു ചിന്ത ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പ്ലേസ്മെന്റ് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം മാത്രമേ നമ്മൾ ചിന്തിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല കോളേജ് ചൂസ് ചെയ്തിട്ട് നല്ല കോളേജിലേക്ക് ചേരുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെന്നൈ HIMT ആമറ്റ് കോളേജിലേക്ക് ചേരുകയാണെങ്കിലും അവിടെയും പ്ലേസ്മെന്റ് തരുന്നുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ നല്ല ഒരു റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ പ്ലേസ്മെന്റ് കിട്ടത്തുള്ളൂ. സോ അവിടെയൊക്കെ നല്ല സിനർജിയും മേഴ്സ്ക് ലൈൻ ഇങ്ങനെയുള്ള കമ്പനീസ് ഒക്കെ അവിടെ ഇന്റർവ്യൂവിന് വരാറുണ്ട്. സോ നിങ്ങൾ എന്താണോ നിങ്ങൾ ടാലന്റ് അവിടെ കാണിച്ചിട്ട് നിങ്ങൾക്ക് ആ ഇന്റർവ്യൂവിൽ പാസ്സായിട്ട് നിങ്ങൾക്ക് ഷിപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ പറയുന്ന കോളേജസിലെല്ലാം നമ്മൾ സെലക്ട് ആണെങ്കിൽ നമുക്ക് ഒരു എൻട്രൻസ് എക്സാം ഉണ്ടാവും. എൻട്രൻസ് എക്സാം പാസ്സായി കഴിഞ്ഞാൽ അവർ ഇന്റർവ്യൂവിന് നമ്മളെ വിളിക്കും. ഇന്റർവ്യൂവിൽ നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമ്മളൊരു ഫീ കെട്ടിയിട്ട് നമുക്ക് ചേരാവുന്നതാണ്. കൂടാതെ നമുക്ക് മെഡിക്കൽ ടെസ്റ്റിൽ ഫിറ്റ് ആയിരിക്കണം. അതായത് മെഡിക്കൽ ഫിസിക്കൽ ടെസ്റ്റിൽ നമ്മൾ DG ഷിപ്പിംഗ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ സെന്ററിൽ പോയിട്ട് നമ്മളെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമ്മൾ അവിടെ ഹാജരാക്കേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഫീ അടക്കാൻ പറ്റുള്ളൂ. ഇല്ല, ഫീ അടച്ചതിന് ശേഷം കോളേജിന്റെ ത്രൂ ഒരു DG ഷിപ്പിംഗ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ സെന്ററിൽ വെച്ച് നമ്മളെ ടെസ്റ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിൽ ഫെയിൽ ആയി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഫീ ഒരിക്കലും കിട്ടത്തില്ല. നമ്മൾ അവിടെ നിന്ന് കോളേജിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും. നമ്മൾ കൊടുത്ത ഫീ അധോഗതി. 10th പാസ് പ്ലസ് മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ ഫിറ്റ് ആയിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അതിൽ ഒരു ഉടായ്പും ചെയ്യാൻ പാടില്ല മെഡിക്കൽ ടെസ്റ്റിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മൾ പെട്ടുപോകും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ചിന്തിക്കേണ്ടത്. പിന്നെ എന്താണ് ഷിപ്പിൽ, അതായത് ഷിപ്പിൽ GP റേറ്റിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഷിപ്പിലേക്ക് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും ജോലി കിട്ടുക? ജോലി കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനി വൈപ്പർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ട്രെയിനി OS ആയിക്കോട്ടെ, എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ ഒരു ക്ലീനിങ് ആണ് ജോലി കിട്ടുന്നത്. ക്ലീനിങ്, അതേപോലെ തന്നെ അസിസ്റ്റ് ചെയ്യുക, ഓഫീസേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക, അവർ എന്താണോ പറയുന്നത് ആ വർക്കൊക്കെ ചെയ്യുക. പിന്നെ പെയിന്റിങ് ഉണ്ടാവും, ചിപ്പിംഗ് ഉണ്ടാവും, മൂറിംഗ് ഉണ്ടാവും. അതായത് ഷിപ്പ് നമ്മൾ കെട്ടാനുള്ള, ഷിപ്പ് നമ്മൾ ബർത്തിങ് ചെയ്ത് കഴിഞ്ഞാൽ കെട്ടാൻ അവർക്ക് വേണ്ടി സഹായിക്കാൻ വേണ്ടിയിട്ട് കയറൊക്കെ കൊടുക്കുന്നതും, അതേപോലെ തന്നെ ആങ്കർ സ്റ്റേഷനിൽ വിൻലാസിനും ആങ്കർ സ്റ്റേഷനിൽ ആങ്കർ ഇടാനും പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. മെയിൻ ആയിട്ട് ക്ലീനിങ് വർക്ക് തന്നെയാണ് വരുന്നത്. അതായത് ഡെക്കിലും ആയിക്കോട്ടെ, ഇല്ലാന്നുണ്ടെങ്കിൽ അക്കോമഡേഷന്റെ അകത്തും ആയിക്കോട്ടെ, ഇങ്ങനെ ക്ലീനിങ് വർക്ക് എല്ലാവർക്കും വീതിച്ച് കൊടുക്കുന്നതായിരിക്കും. സോ ഇതൊക്കെയായിരിക്കും നമുക്ക് ഡ്യൂട്ടി ഉണ്ടാവുക. പിന്നെ ഡ്യൂട്ടി ടൈംസ് ഒക്കെ എങ്ങനെയാണ്? ഡ്യൂട്ടി ടൈംസ് നിങ്ങൾ ട്രെയിനി വൈപ്പറോ അല്ലെങ്കിൽ OSO അല്ലെങ്കിൽ വൈപ്പറോ എന്നുള്ള റാങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡ്യൂട്ടി ഉണ്ടാകുന്ന ഡേ വർക്ക് ആയിരിക്കും. ഡേ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ. അത് കഴിഞ്ഞ് നമുക്ക് ഡ്യൂട്ടി ഉണ്ടായിരിക്കുന്നില്ല. സോ ഇതാണ് ഡ്യൂട്ടി അവേഴ്സ്. മാക്സിമം 10 അവേഴ്സ് വർക്ക് ഉണ്ടാകും. കൂടാതെ നിങ്ങൾ എക്സ്ട്രാ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഓവർ ടൈം അലവൻസും കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ്. ഇത് കഴിഞ്ഞ് നിങ്ങൾ ഒരു AB റാങ്ക്, ഡെക്കിൽ AB റാങ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റ് ഓയിലർ റാങ്ക് എന്നുള്ള റാങ്കിലേക്ക് നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ അവർക്ക് വാച്ച് ആയിരിക്കും കൂടുതലും. എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പൊ UMS അൺമാൻ മെഷീനറി സ്പേസ് എന്നുള്ള കാര്യങ്ങൾ ഓട്ടോമേഷൻ വന്നതുകൊണ്ട് എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് രാവിലെ 8 മണി മുതൽ 5 മണി വരെ മാത്രമേ വർക്ക് ചെയ്യേണ്ടുള്ളൂ. പിന്നെ രാത്രി ഒരു 8 മണിക്ക് പോയിട്ട് ഒരു ചെറിയൊരു റൗണ്ട് ഒക്കെ ചെയ്തിട്ട് പിന്നെ പുറത്തേക്ക് വരാം. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡ്യൂട്ടി ഇല്ല. പക്ഷെ ഡെക്കിൽ അങ്ങനെയല്ല. ഡെക്കിൽ AB ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഓഫീസറിന്റെ അണ്ടറിൽ നമ്മൾ വാച്ച് കീപ്പിംഗ് ചെയ്തിരിക്കണം. അതായത് നാവിഗേഷൻ വാച്ച് 4 on 8 off. 4 മണിക്കൂർ ജോലി ചെയ്യണം, 8 മണിക്കൂർ റെസ്റ്റ്. അത് കഴിഞ്ഞ് പിന്നെ 4 മണിക്കൂർ. എക്സാമ്പിൾ 8 മണിക്കാണ് നിങ്ങൾ രാവിലെ ജോലിക്ക് പോയെങ്കിൽ നിങ്ങളെ 12 മണിക്ക് നിങ്ങളെ ജോലി തീരും. അത് കഴിഞ്ഞ് നിങ്ങൾ 12 മണി മുതൽ രാത്രി 8 മണി വരെ നിങ്ങൾ റെസ്റ്റ് ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത രാത്രി 8 മണി മുതൽ 12 മണി വരെ നിങ്ങൾ ജോലി ചെയ്യണം. അതായത് ഒരു ദിവസം 8 മണിക്കൂറാണ് നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടാവുക. അതിന് ചീഫ് ഓഫീസർ ഡിസൈഡ് ചെയ്യും നിങ്ങൾ അതായത് എക്സ്ട്രാ ഓവർ ടൈം എന്തെങ്കിലും ചെയ്യണോ, എക്സ്ട്രാ എന്തെങ്കിലും വർക്ക് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചീഫ് ഓഫീസർ ഡിസൈഡ് ചെയ്ത് ബോസിനെ ഏൽപ്പിക്കുന്നതായിരിക്കും. ബോസനാണ് നിങ്ങൾക്ക് ജോലി തരുന്നത്. സോ അങ്ങനെ എക്സ്ട്രാ ഓവർ ടൈം എന്തെങ്കിൽ 2 മണിക്കൂർ എക്സ്ട്രാ ഓവർ ടൈം നിങ്ങൾ ചെയ്യേണ്ടതുണ്ടാവും. കാരണം എല്ലാവർക്കും ഒരു 10 മണിക്കൂർ ഡ്യൂട്ടി എല്ലാ ദിവസവും ഉണ്ടായിരിക്കുന്നതായിരിക്കും. സോ അതെന്തായാലും നമ്മൾ പാലിക്കേണ്ടതാണ്. ഇത് പഠിക്കുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എങ്ങനെയായിരിക്കും? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ നോർമലായിട്ട് 6 മാസത്തെ കോഴ്സാണ് ഈ GP റേറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് GP റേറ്റിംഗ് ജനറൽ പർപ്പസ് റേറ്റിംഗിൽ എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഒരു ബുക്സും അതേപോലെ തന്നെ ഡെക്ക് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ബുക്സും ഉണ്ടായിരിക്കും. ഈ 2 ഡിവിഷനും നിങ്ങൾ പ്രോപ്പർ ആയിട്ട് അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്.
അതായത് നാവിഗേഷനെ കുറിച്ചും നിങ്ങൾ പഠിക്കുന്നുണ്ട്, എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചും പഠിക്കുന്നുണ്ട്. സോ GP റേറ്റിംഗ് കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങൾ ഏത് കാറ്റഗറിയിലേക്ക്, ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പോകേണ്ടതെന്ന്. അപ്പൊ ഈ 6 മാസത്തെ കോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഒന്നും പോകാൻ പറ്റില്ല. അതിന്റെ കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അകത്ത് നിങ്ങൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മളെ മിലിറ്ററിന്റെ അതേ ചട്ടം തന്നെയാണ്, മിലിറ്ററിന്റെ അതേ റൂൾസ് ആൻഡ് റെഗുലേഷൻ തന്നെയാണ് മർച്ചന്റ് നേവിയിലും വരുന്നത്. സോ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോളോ ചെയ്യണം. കറക്റ്റായിട്ട് പ്രോപ്പർ ആയിട്ട് രാവിലെ എണീക്കേണ്ടി വരും 5 മണിയോളം. 5 മണിക്ക് എണീക്കുന്നതിന് മുമ്പ് നല്ലപോലെ ഷേവ്ഡ് ആയിരിക്കണം, ക്ലീൻ ഷേവ്ഡ് ആയിരിക്കണം. അതേപോലെ തന്നെ നേവി കട്ടായിരിക്കണം നമ്മളെ ഹെയർ കട്ട് ഉണ്ടായിരിക്കുന്നത്. ഷേവ് ഒക്കെ ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇൻസ്ട്രക്ടർ വന്നിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് ചെറിയൊരു മൈന്യൂട്ട് പോലും രോമം ഏഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പോലെ 8ന്റെ പണി കിട്ടും. അതായത് ഗ്രൗണ്ട്സ് ഒക്കെ ഓടാൻ പറയും, ഫ്രോക്ക് ജമ്പ് ചെയ്യാൻ പറയും, അങ്ങനെയുള്ള കുറേ നമുക്ക് നല്ല പോലെ പണി കിട്ടുന്നതായിരിക്കും. സോ അങ്ങനെയൊക്കെ ഒരു പണി കിട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോളോ ചെയ്യേണ്ടതായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ മുട്ട താഴെ നല്ലപോലെ കിട്ടുമട്ടി. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ രാവിലെ 5 മണിക്ക് എണീച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും 7 മണി തൊട്ട് 8 മണി വരെ. അത് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം പ്രോപ്പർ ആയ ടൈമിംഗ് ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നതായിരിക്കില്ല. ഫുഡ് പ്രോപ്പർ ടൈമിങ്ങിൽ മാത്രമേ കിട്ടത്തുള്ളൂ. സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നല്ലപോലെ റെഡിയായി ഒരുങ്ങി യൂണിഫോം ഒക്കെ കുട്ടപ്പനായി എന്നിട്ട് നേരെ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് കോളേജിലേക്ക് ക്ലാസ് തുടങ്ങുന്നതായിരിക്കും. ക്ലാസ് 9 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണി വരെ ഉണ്ടാവും. അത് കഴിഞ്ഞ് 5 മണിക്ക് ശേഷം നിങ്ങൾക്ക് ചിലപ്പം ക്ലീനിങ് ഡ്യൂട്ടീസ് ഒക്കെ തരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ക്ലീനിങ് ഡ്യൂട്ടീസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരത്തെ ഭക്ഷണം, അതായത് രാത്രിത്തെ ഭക്ഷണം നിങ്ങൾക്ക് വേഗം തന്നെ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യും. അതായത് 7 മണിക്ക് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പുറത്തോ എവിടെയും പോകാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് തന്നെ നമുക്ക് കിട്ടും. അല്ല പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, പേപ്പേഴ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ എഴുതി കൊടുത്ത് ലെറ്റേഴ്സ് ഒക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എൻട്രി കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെ സെക്യൂരിറ്റി, പുറത്തുള്ള സെക്യൂരിറ്റി ഭയങ്കര ടൈറ്റ് ആയിരിക്കും. പുറത്തേക്ക് പോകുമ്പോഴും അകത്തേക്ക് വരുമ്പോഴും എൻട്രീസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, സോ ആൽക്കഹോൾ, സിഗരറ്റ്സ്, മൊബൈൽ ഫോൺ ഇതൊന്നും അലൗഡ് അല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉള്ളത്. അതേപോലെ തന്നെ ഉച്ചക്കുള്ള ഭക്ഷണം നമുക്ക് നോർമൽ ആയിട്ട് ആ ടൈമിൽ എന്തിനും ഉണ്ടാവും. സോ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ നിങ്ങൾ അത് പേടിക്കേണ്ട, ഉച്ചക്ക് ഭക്ഷണം കിട്ടത്തില്ല എന്ന്. ആൾക്കാർ ചോദ്യം ഉണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ, അതായത് ഇതിനൊക്കെ സ്വിമ്മിങ് അറിയണോ, സ്വിമ്മിങ് അവർ പറഞ്ഞു തരുമോ? യെസ്, ഓഫ് കോഴ്സ്. സ്വിമ്മിങ് നിങ്ങളെ DG ഷിപ്പിംഗ് അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജസിലും മർച്ചന്റ് നേവിനെ കുറിച്ചുള്ള എന്ത് കോഴ്സ് പഠിക്കുന്നുണ്ടെങ്കിലും അവർ സ്വിമ്മിങ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതായിരിക്കും. അവിടെ തന്നെ കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് തന്നെ നമുക്ക് സ്വിമ്മിംഗ് പൂളും, അതായത് വലിയ ഡീപ്പായിട്ടുള്ള സ്വിമ്മിംഗ് പൂളും ജമ്പ് ചെയ്യാനുള്ള സ്വിമ്മിംഗ് പൂളായിട്ടുള്ള പലതരത്തിലുള്ള സ്വിമ്മിംഗ് പൂൾസ് അവിടെ ഉണ്ടായിരിക്കും. സോ നമുക്ക് അവിടെ തന്നെ അവിടെ ട്രെയിനേഴ്സ് ഉണ്ടാവും. സോ അവർ നമുക്ക് സ്വിമ്മിംഗ് ഒക്കെ പറഞ്ഞു തരുമായിരിക്കും. നിങ്ങൾ അങ്ങനെ ബെസ്റ്റ് സ്വിമ്മർ ആയിട്ട് നിങ്ങൾ ഒളിമ്പ്യയിലൊന്നും പങ്കെടുക്കണമെന്ന് ഇതൊന്നുമില്ല. നിങ്ങളൊരു സ്വിമ്മിങ് അറിഞ്ഞിരുന്നാൽ മതി. കാരണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, നമുക്ക് അങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ കപ്പലിൽ വന്നു ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പൊങ്ങി നിൽക്കാനുള്ള ആ അറിവെങ്കിലും ഉണ്ടായിരിക്കണം കടലിൽ നിന്ന്. ആ ഒരു ഇത് മാത്രം. സാധാരണ നമ്മൾ ലൈഫ് ജാക്കറ്റും ലൈഫ് ബോയും ഒക്കെ ഉണ്ട്, അതേപോലെ ലൈഫ് ക്രാഫ്റ്റ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, സേഫ്റ്റീസ് ഉണ്ട്. എന്നാൽ പോലും നിങ്ങൾ ചെറുങ്ങനെ ഒരു സ്വിമ്മിങ് അറിഞ്ഞിരുന്നാൽ ഏറ്റവും ബെസ്റ്റാണ് കാര്യം. പക്ഷെ കടലിൻ്റെ അകത്ത് നമ്മളൊരു സ്വിമ്മിങ് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും എന്നുള്ള ആ ഒരു ചിന്താഗതിയൊന്നും വേണ്ട. കാരണം എന്നാൽ തണുപ്പുള്ള ഏരിയാസ് ആയിരിക്കും. സോ ഹൈപ്പോതെർമിയ വന്ന് തന്നെ നമ്മൾ മരിക്കേണ്ടി വരും. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ച് തണുപ്പുള്ള സമയത്ത് നമുക്ക് നല്ലപോലെ സ്വിമ്മിങ് അറിയാന്ന് പറഞ്ഞ് എടുത്ത് ചാടിക്കഴിഞ്ഞാൽ നമ്മൾ ഓൺ ദ സ്പോട്ട് അവിടെ തന്നെ കാലിയിപ്പോവും. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ചെയ്യരുത്. പക്ഷെ സ്വിമ്മിങ് അറിഞ്ഞിരിക്കുന്നത് ബെസ്റ്റ് ആയിരിക്കും. ഓക്കെ, എങ്ങനെയാണ് കോൺട്രാക്ട്, എന്താണ് സാലറി ഉണ്ടായിരിക്കുക GP റേറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതാണ് എക്സ്പ്ലെയിൻ. ഇതാണ് മെയിൻ ആയിട്ട് എല്ലാവർക്കും അറിയാനുള്ളത്. അതുകൊണ്ടാണല്ലോ മർച്ചന്റ് നേവിയിലേക്ക് വരുന്നത്. കോൺട്രാക്ട് എന്ന് പറയുന്നത് നമുക്ക് 9 മാസമായിരിക്കും. GP റേറ്റിംഗ് കഴിഞ്ഞിട്ട് കയറുന്നവർക്ക് 9 മാസത്തെ കോൺട്രാക്ട് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. പിന്നെ അതാണ് സാലറി. നമ്മൾ ട്രെയിനി OS, ട്രെയിനി വൈപ്പർ എന്നുള്ള റാങ്കിൽ, അതായത് ഡെക്കിൽ ഇല്ലാതെ എഞ്ചിനിൽ ഇങ്ങനെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു $300 മുതൽ $500 വരെ നമുക്ക് സാലറി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കണക്കൂട്ടിക്കോ, ഇപ്പോഴത്തെ എമൗണ്ട് വെച്ചിട്ട് ഒരു 86 രൂപയാണ് $1. സോ നിങ്ങൾ ആ ഒരു കണക്ക് വെച്ചിട്ട് നോക്കിയാൽ മതി. അതായത് ഏകദേശം ഒരു 20,000 മുതൽ നമുക്കൊരു 35,000 രൂപ വരെ നമുക്ക് സാലറി കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾ 9 മാസത്തെ കോൺട്രാക്ട് കഴിഞ്ഞ് വീട്ടിൽ പോകുന്നു, സൈൻ ഓഫ് ആകുന്നു. സൈൻ ഓഫ് ആയതിനു ശേഷം നമ്മൾ റെഡിനെസ് കൊടുക്കണം. അതായത് നമ്മൾ എപ്പോഴാണ് അടുത്തത് ഈ കമ്പനിയിലേക്ക് ഷിപ്പിൽ ജോയിൻ ചെയ്യാൻ തയ്യാറ്. നമ്മൾ അതേ ഷിപ്പിൽ തന്നെ ജോയിൻ ചെയ്യണമെന്നില്ല. അത് കമ്പനിയിലുള്ള പല ഷിപ്പുകളുണ്ട്. സോ ആ പല ഷിപ്പിൽ ഒരു ഷിപ്പിലായിരിക്കും നമുക്ക് കിട്ടുക.
അപ്പോൾ 2 മാസമോ അല്ലെങ്കിൽ 3 മാസമോ കഴിഞ്ഞ് നമുക്ക് റെസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് അടുത്ത കപ്പലിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന് മുമ്പ് നമുക്ക് വാച്ച് കീപ്പിംഗ് ഒക്കെ എടുക്കാനുണ്ടാവും. സോ 12 മാസത്തെ എക്സ്പീരിയൻസ് ട്രെയിനി വൈപ്പറോ ട്രെയിനി OSO കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 12 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാച്ച് കീപ്പിംഗ് സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതാണ്. DG ഷിപ്പിംഗ് MMDയിലോ DG ഷിപ്പിംഗ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇതൊക്കെ വെബ്സൈറ്റിൽ പോയി നമ്മൾ ചെയ്യേണ്ടതുണ്ട് കാര്യങ്ങളൊക്കെ. സോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പതിയെ ആയിട്ട് മേലോട്ട് കയറാൻ പറ്റും. അതായത് ഇപ്പൊ ട്രെയിനി വൈപ്പർ ആണ്, ട്രെയിനി OS ആണ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് OS ആണ്, വൈപ്പർ ആണ്, ട്രെയിനി അല്ല. സോ ആ സമയത്ത് ആ കാറ്റഗറിയിൽ നിങ്ങൾക്ക് $700 വരെ സാലറി കിട്ടും. അതായത് ഏകദേശം നിങ്ങൾക്ക് 55,000 രൂപ വരെ സാലറി കിട്ടും. അത് കഴിഞ്ഞ് നിങ്ങൾ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ AB ഇല്ല ഓയിലർ COPക്ക് ശേഷം സർട്ടിഫിക്കറ്റ് ഓഫ് പ്രൊഫിഷ്യൻസി, ആ സർട്ടിഫിക്കറ്റ് കിട്ടിയതിനു ശേഷം നിങ്ങൾ വരുന്നത് AB ഇല്ല എന്നുണ്ടെങ്കിൽ ഓയിലർ റാങ്കിലാണ്, വാച്ച് കീപ്പേഴ്സ് ആണ് നിങ്ങൾ വരുന്നത്. സോ ആ കാറ്റഗറിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് സാലറി 1 ലക്ഷം വരെയാണ് സ്റ്റാർട്ടിംഗ് വരുന്നത്. 1 ലക്ഷം മുതൽ 1.5 ലക്ഷം വരെയാണ് നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് സാലറി വരുന്നത്. സോ ഡിപ്പെൻഡ് ഓൺ ദ കമ്പനീസ്. ഓരോ കമ്പനി വലിയ ITF അണ്ടറിലുള്ള കമ്പനീസിലൊക്കെ നല്ല സാലറിയാണ്, 1.5 ലക്ഷം വരെ സാലറി കിട്ടുന്നുണ്ട്. RPSL ലൈസൻസ് മാത്രമുള്ള ചെറുകിട കമ്പനീസിലൊക്കെ നമുക്ക് ഏകദേശം 80,000 മുതൽ 1 ലക്ഷം വരെ സാലറി കിട്ടാറുണ്ട്. അത് കഴിഞ്ഞ് പ്രൊമോഷൻ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറ്റർ, പിന്നെ വരുന്നത് ബോസൺ ഇല്ല എന്നതിന് ഡക്കില് പമ്മ എന്നുള്ള റാങ്കിലാണ്, പെറ്റി ഓഫീസേഴ്സ്. ആ റാങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ 2 ലക്ഷം വരെ അടുപ്പിച്ച് സാലറി കിട്ടും. 1 ലക്ഷം മുതൽ 2 ലക്ഷം വരെ സാലറി കിട്ടാൻ ചാൻസസ് ഉണ്ട്. സോ വലിയ നിങ്ങൾ LNG LPG പോലുള്ള ഗ്യാസ് ടാങ്കേഴ്സ്, അതായത് ടാങ്കേഴ്സിൽ ഡിപ്പെൻഡ് ചെയ്യും. ഓയിൽ ടാങ്കേഴ്സ്, കെമിക്കൽ ടാങ്കേഴ്സ്, LNG LPG ഗ്യാസ് ടാങ്കേഴ്സിലാണെങ്കിൽ നിങ്ങൾക്ക് സാലറി വളരെ കൂടുതലായിരിക്കും. കണ്ടെയ്നർ, ബൾക്ക് ഏരിയസ്, റോറോ വെസൽസ്, സപ്ലൈ വെസൽസ്, ഇങ്ങനെയുള്ള വെസൽസിലൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി കുറവായിരിക്കും. സോ പിന്നെ ഉള്ള ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേർക്ക് GP റേറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലേസ്മെന്റ് കിട്ടാത്ത കോളേജിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് നമുക്ക് പുറമേ പോയിട്ട് നമുക്ക് ജോലി കിട്ടുമോ എന്നുള്ളത്. തീർച്ചയായും ഇല്ല. ഓക്കെ, സോ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് GP റേറ്റിംഗ് കഴിഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് കുറേയേറെ കമ്പനീസിൽ കയറി ഇറങ്ങുക എന്നല്ലാതെ നിങ്ങൾക്ക് യാതൊരു നല്ല കാര്യം നടക്കാൻ പോകില്ല. കാരണം നിങ്ങൾ എത്ര തന്നെ റെസ്യൂം കൊടുത്തു കഴിഞ്ഞാലും ആ റെസ്യൂം എടുത്ത് കളയത്തേ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ അവർ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പ്ലേസ്മെന്റ് കൊടുക്കും, പക്ഷെ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ പ്ലേസ്മെന്റ് ഉണ്ടാവില്ല. ഈ കുറെ കമ്പനീസും ഏജന്റ് ത്രൂ ആണ് വർക്ക് ചെയ്യുന്നത്. കാരണം ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഏതൊരു റാങ്കിലും, അതായത് GP റേറ്റിംഗ് കഴിഞ്ഞിട്ട് പോയിക്കോട്ടെ, DNS കഴിഞ്ഞിട്ട് പോയിട്ട് BSc ഇല്ല എന്നുണ്ടെങ്കിൽ BTech മറൈൻ എഞ്ചിനീയറിംഗ്, GM എന്ത് തന്നെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ കമ്പനിയിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് സ്പോൺസർഷിപ്പ് എക്സാം കിട്ടാതെ, ഇല്ല എന്നുണ്ടെങ്കിൽ സ്പോൺസർഷിപ്പ് നിങ്ങൾ പാസ്സാകാതെ, ഇല്ല നിങ്ങൾക്ക് കോളേജിൽ നിന്ന് പ്ലേസ്മെന്റ് കിട്ടാതെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ത്രൂ തന്നെ പോയിട്ട് നിങ്ങൾക്ക് ജോലി വാങ്ങിക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു 10% കിട്ടിയാലായി അത്രയ്ക്കും ഭാഗ്യം ഉണ്ടായിരിക്കണം. ഇല്ല എന്നുണ്ട് കിട്ടത്തില്ല. നമ്മൾ ഏജന്റ് ത്രൂ തന്നെ പോകേണ്ടി വരും. സോ ഏജന്റ് ത്രൂ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം 4 ലക്ഷം മുതൽ 8 ലക്ഷത്തിനകത്ത് നമ്മൾ അവർക്ക് പേയ്മെന്റ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ, ഇത് കുറെ കമ്പനീസും ഇതിൽ ഇൻവോൾവ്ഡ് ആണ്. കമ്പനീസൊക്കെ കുറെ കമ്പനീസ് പറയും നമ്മൾ ഒരു ഏജൻസി ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, അങ്ങനെയൊക്കെ പറയും. പക്ഷെ കമ്പനീസിൽ ഇരിക്കുന്ന കുറച്ച് പേരുണ്ട്, അവര് ഈ ഏജൻസീനെ ഉണ്ടാക്കി അവർക്ക് ഒരു എമൗണ്ട് പറഞ്ഞ്, അവരൊരു എമൗണ്ട് നമ്മുടെ അടുത്ത് പറഞ്ഞ് ഏകദേശം ഒരു നല്ലൊരു എമൗണ്ട് അവർ അടിച്ചെടുക്കും. എന്നിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രോപ്പറായിട്ട് നമ്മൾ എങ്ങനെയാണോ കമ്പനി കയറേണ്ടത് അതൊക്കെ നമ്മളെ ഇതിൽ തന്നെയായിരിക്കും, ചിട്ടയോടെ ആയിരിക്കും നമ്മൾ കയറുന്നത്. ഇന്റർവ്യൂ പാസ്സായാലും ഓൺലൈൻ എക്സാം പാസ്സായാലും, പിന്നെ അതേപോലെ തന്നെ മറ്റുള്ള കോഴ്സസ് ഒക്കെ ചെയ്യാനുള്ള ഇതും, പിന്നെ അതേപോലെ തന്നെ US വിസ നമുക്ക് പാസ്സാകേണ്ടതായാലും ഷ്രിങ്കൺ വിസ എടുക്കണമെങ്കിൽ എല്ലാം നമ്മളൊരു എഫേർട്ടിലായിരിക്കും നമ്മൾ പാസ്സാകുന്നുണ്ടാവുക. പക്ഷെ ഇവർക്ക് പൈസ കൊടുത്താൽ മാത്രമേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിൽ വന്നിരിക്കുകയാണ് ഇപ്പൊ മർച്ചന്റ് നേവിയിലുള്ള ഫീൽഡ്. സോ ഇപ്പൊ മർച്ചന്റ് നേവിയിൽ മാത്രമല്ല, എല്ലാ ഫീൽഡിലും ഇപ്പൊ ഇങ്ങനെ തന്നെയാണ്. സോ അതുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചാൽ നല്ലപോലെ പ്ലേസ്മെന്റ് തരുന്ന, ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ കോളേജിലൊക്കെ പോയി പഠിക്കുക. സോ പ്ലേസ്മെന്റ് ഷുവാരിറ്റി എന്തായാലും എടുക്കുക. ഇല്ല DNS അങ്ങനെയുള്ള കാര്യങ്ങളാ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സ്പോൺസർഷിപ്പ് എക്സാം എഴുതിയിട്ട് സ്പോൺസർഷിപ്പ് കയ്യിൽ വെക്കുക. സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു കയ്യിൽ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ആ കമ്പനിയുമായിട്ടുള്ള എഗ്രിമെന്റ് ആണ്. പഠിച്ചു കഴിഞ്ഞാൽ എന്റെ കമ്പനിയിൽ ഞാൻ നിനക്ക് ജോലി തന്നിരിക്കും എന്നുള്ള എഗ്രിമെന്റ് ആണ്. സോ ആ ഒരു എഗ്രിമെന്റ് നമ്മൾ കയ്യിൽ എപ്പോഴും വെക്കുക. ആ എക്സാം കുറച്ച് ടഫായിരിക്കും, IME-CT പോലെ തന്നെയാണ് എക്സാം, പക്ഷെ അത് നമ്മൾ എഴുതിയെടുക്കാൻ. പക്ഷെ GP റേറ്റിംഗ് അങ്ങനെയുള്ള എക്സാം ഒന്നും ഇല്ല കേട്ടോ. GP റേറ്റിംഗ് അങ്ങനെയുള്ള സ്പോൺസർഷിപ്പോ കാര്യങ്ങളൊന്നുമില്ല. GP റേറ്റിംഗ് നല്ലപോലെ പ്ലേസ്മെന്റ് തരുന്ന കോളേജിൽ പോയി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ പ്ലേസ്മെന്റ് കിട്ടും. പക്ഷെ പഠിക്കേണ്ട കടമ നിങ്ങളതാണ്. നല്ലപോലെ പഠിക്കുക, നല്ലപോലെ പാസ്സാകുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേസ്മെന്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ,
സോ പിന്നെയുള്ള ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേർക്ക് GPA റേറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലേസ്മെന്റ് കിട്ടാത്ത കോളേജിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് നമുക്ക് പുറമേ പോയിട്ട് നമുക്ക് ജോലി കിട്ടുമോ എന്നുള്ളത്. തീർച്ചയായും ഇല്ല. ഓക്കെ, സോ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് GPA റേറ്റിംഗ് കഴിഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് കുറേയേറെ കമ്പനീസിൽ കയറി ഇറങ്ങുക എന്നല്ലാതെ നിങ്ങൾക്ക് യാതൊരു നല്ല കാര്യം നടക്കാൻ പോകില്ല. കാരണം നിങ്ങൾ എത്ര തന്നെ റെസ്യൂം കൊടുത്തു കഴിഞ്ഞാലും ആ റെസ്യൂം എടുത്ത് കളയത്തേ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ അവർ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പ്ലേസ്മെന്റ് കൊടുക്കും, പക്ഷെ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ പ്ലേസ്മെന്റ് ഉണ്ടാവില്ല. ഈ കുറെ കമ്പനീസും ഏജന്റ് ത്രൂ ആണ് വർക്ക് ചെയ്യുന്നത്. കാരണം ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഏതൊരു റാങ്കിലും, അതായത് GPA റേറ്റിംഗ് കഴിഞ്ഞിട്ട് പോയിക്കോട്ടെ, DNS കഴിഞ്ഞിട്ട് പോയിട്ട് BSc ഇല്ല എന്നുണ്ടെങ്കിൽ BTech മറൈൻ എഞ്ചിനീയറിംഗ്, GM എന്ത് തന്നെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ കമ്പനിയിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് സ്പോൺസർഷിപ്പ് എക്സാം കിട്ടാതെ, ഇല്ല എന്നുണ്ടെങ്കിൽ സ്പോൺസർഷിപ്പ് നിങ്ങൾ പാസ്സാകാതെ, ഇല്ല നിങ്ങൾക്ക് കോളേജിൽ നിന്ന് പ്ലേസ്മെന്റ് കിട്ടാതെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ത്രൂ തന്നെ പോയിട്ട് നിങ്ങൾക്ക് ജോലി വാങ്ങിക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു 10% കിട്ടിയാലേ അത്രയ്ക്കും ഭാഗ്യം ഉണ്ടായിരിക്കണം. ഇല്ല എന്നുണ്ട് കിട്ടത്തില്ല. നമ്മൾ ഏജന്റ് ത്രൂ തന്നെ പോകേണ്ടി വരും. സോ ഏജന്റ് ത്രൂ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം 4 ലക്ഷം മുതൽ 8 ലക്ഷത്തിനകത്ത് നമ്മൾ അവർക്ക് പേയ്മെന്റ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ ഇത് കുറെ കമ്പനീസും ഇതിൽ ഇൻവോൾവ്ഡ് ആണ്. കമ്പനീസൊക്കെ കുറെ കമ്പനീസ് പറയും നമ്മൾ ഒരു ഏജൻസി ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അങ്ങനെയൊക്കെ പറയും. പക്ഷെ കമ്പനീസിൽ ഇരിക്കുന്ന കുറച്ച് പേരുണ്ട്, അവര് ഈ ഏജൻസീനെ ഉണ്ടാക്കി അവർക്ക് ഒരു എമൗണ്ട് പറഞ്ഞ് നമ്മുടെ അടുത്ത് പറഞ്ഞ് ഏകദേശം ഒരു നല്ലൊരു എമൗണ്ട് അവർ അടിച്ചെടുക്കും. എന്നിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രോപ്പറായിട്ട് നമ്മൾ എങ്ങനെയാണോ കമ്പനി കയറേണ്ടത് അതൊക്കെ നമ്മളെ അതിൽ തന്നെയായിരിക്കും, ചിട്ടയോടെ ആയിരിക്കും നമ്മൾ കയറുന്നത്. ഇന്റർവ്യൂ പാസ്സായാലും ഓൺലൈൻ എക്സാം പാസ്സായാലും പിന്നെ അതേപോലെ തന്നെ മറ്റുള്ള കോഴ്സസ് ഒക്കെ ചെയ്യാനുള്ള ഇതും, പിന്നെ അതേപോലെ തന്നെ US വിസ നമുക്ക് പാസ്സാകേണ്ടതായാലും ഷ്രിങ്കൻ വിസ എടുക്കണമെങ്കിൽ എല്ലാം നമ്മളൊരു എഫേർട്ടിലായിരിക്കും നമ്മൾ പാസ്സാകുന്നുണ്ടാവുക. പക്ഷെ ഇവർക്ക് പൈസ കൊടുത്താൽ മാത്രമേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിൽ വന്നിരിക്കുകയാണ് ഇപ്പൊ മർച്ചന്റ് നേവിയിലുള്ള ഫീൽഡ്. സോ ഇപ്പൊ മർച്ചന്റ് നേവിയിൽ മാത്രമല്ല എല്ലാ ഫീൽഡിലും ഇപ്പൊ ഇങ്ങനെ തന്നെയാണ്. സോ അതുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചാൽ നല്ലപോലെ പ്ലേസ്മെന്റ് തരുന്ന ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ കോളേജിലൊക്കെ പോയി പഠിക്കുക. സോ പ്ലേസ്മെന്റ് ഷുവാരിറ്റി എന്തായാലും എടുക്കുക. ഇല്ല DNS അങ്ങനെയുള്ള കാര്യങ്ങളെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സ്പോൺസർഷിപ്പ് എക്സാം എഴുതിയിട്ട് സ്പോൺസർഷിപ്പ് കയ്യിൽ വെക്കുക. സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു കയ്യിൽ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ആ കമ്പനിയുമായിട്ടുള്ള എഗ്രിമെന്റ് ആണ്. പഠിച്ചു കഴിഞ്ഞാൽ എന്റെ കമ്പനിയിൽ ഞാൻ നിനക്ക് ജോലി തന്നിരിക്കും എന്നുള്ള എഗ്രിമെന്റ് ആണ്. സോ ആ ഒരു എഗ്രിമെന്റ് നമ്മൾ കയ്യിൽ എപ്പോഴും വെക്കുക. ആ എക്സാം കുറച്ച് ടഫായിരിക്കും, IME-CT പോലെ തന്നെയാണ് എക്സാം, പക്ഷെ അത് നമ്മൾ എഴുതിയെടുക്കാൻ. പക്ഷെ GPA റേറ്റിംഗ് അങ്ങനെയുള്ള എക്സാം ഒന്നും ഇല്ല കേട്ടോ. GPA റേറ്റിംഗ് അങ്ങനെയുള്ള സ്പോൺസർഷിപ്പോ കാര്യങ്ങളൊന്നുമില്ല. GPA റേറ്റിംഗ് നല്ലപോലെ പ്ലേസ്മെന്റ് തരുന്ന കോളേജിൽ പോയി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ പ്ലേസ്മെന്റ് കിട്ടും. പക്ഷെ പഠിക്കേണ്ട കടമ നിങ്ങളതാണ്. നല്ലപോലെ പഠിക്കുക, നല്ലപോലെ പാസ്സാകുക. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേസ്മെന്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ പിന്നെ ഉള്ള ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേർക്ക് GPA റേറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലേസ്മെന്റ് കിട്ടാത്ത കോളേജിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് നമുക്ക് പുറമേ പോയിട്ട് നമുക്ക് ജോലി കിട്ടുമോ എന്നുള്ളത്. തീർച്ചയായും ഇല്ല. ഓക്കെ, സോ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് GPA റേറ്റിംഗ് കഴിഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് കുറേയേറെ കമ്പനീസിൽ കയറി ഇറങ്ങുക എന്നല്ലാതെ നിങ്ങൾക്ക് യാതൊരു നല്ല കാര്യം നടക്കാൻ പോകില്ല. കാരണം നിങ്ങൾ എത്ര തന്നെ റെസ്യൂം കൊടുത്തു കഴിഞ്ഞാലും ആ റെസ്യൂം എടുത്ത് കളയത്തേ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ അവർ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പ്ലേസ്മെന്റ് കൊടുക്കും, പക്ഷെ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ പ്ലേസ്മെന്റ് ഉണ്ടാവില്ല. ഈ കുറെ കമ്പനീസും ഏജന്റ് ത്രൂ ആണ് വർക്ക് ചെയ്യുന്നത്. കാരണം ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഏതൊരു റാങ്കിലും, അതായത് GPA റേറ്റിംഗ് കഴിഞ്ഞിട്ട് പോയിക്കോട്ടെ, DNS കഴിഞ്ഞിട്ട് പോയിട്ട് BSc ഇല്ല എന്നുണ്ടെങ്കിൽ BTech മറൈൻ എഞ്ചിനീയറിംഗ്, GM എന്ത് തന്നെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ കമ്പനിയിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് സ്പോൺസർഷിപ്പ് എക്സാം കിട്ടാതെ, ഇല്ല എന്നുണ്ടെങ്കിൽ സ്പോൺസർഷിപ്പ് നിങ്ങൾ പാസ്സാകാതെ, ഇല്ല നിങ്ങൾക്ക് കോളേജിൽ നിന്ന് പ്ലേസ്മെന്റ് കിട്ടാതെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ത്രൂ തന്നെ പോയിട്ട് നിങ്ങൾക്ക് ജോലി വാങ്ങിക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു 10% കിട്ടിയാലേ അത്രയ്ക്കും ഭാഗ്യം ഉണ്ടായിരിക്കണം. ഇല്ല എന്നുണ്ട് കിട്ടത്തില്ല. നമ്മൾ ഏജന്റ് ത്രൂ തന്നെ പോകേണ്ടി വരും. സോ ഏജന്റ് ത്രൂ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം 4 ലക്ഷം മുതൽ 8 ലക്ഷത്തിനകത്ത് നമ്മൾ അവർക്ക് പേയ്മെന്റ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ ഇത് കുറെ കമ്പനീസും ഇതിൽ ഇൻവോൾവ്ഡ് ആണ്. കമ്പനീസൊക്കെ കുറെ കമ്പനീസ് പറയും നമ്മൾ ഒരു ഏജൻസി ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അങ്ങനെയൊക്കെ പറയും. പക്ഷെ കമ്പനീസിൽ ഇരിക്കുന്ന കുറച്ച് പേരുണ്ട്, അവര് ഈ ഏജൻസീനെ ഉണ്ടാക്കി അവർക്ക് ഒരു എമൗണ്ട് പറഞ്ഞ് നമ്മുടെ അടുത്ത് പറഞ്ഞ് ഏകദേശം ഒരു നല്ലൊരു എമൗണ്ട് അവർ അടിച്ചെടുക്കും. എന്നിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രോപ്പറായിട്ട് നമ്മൾ എങ്ങനെയാണോ കമ്പനി കയറേണ്ടത് അതൊക്കെ നമ്മളെ അതിൽ തന്നെയായിരിക്കും, ചിട്ടയോടെ ആയിരിക്കും നമ്മൾ കയറുന്നത്. ഇന്റർവ്യൂ പാസ്സായാലും ഓൺലൈൻ എക്സാം പാസ്സായാലും പിന്നെ അതേപോലെ തന്നെ മറ്റുള്ള കോഴ്സസ് ഒക്കെ ചെയ്യാനുള്ള ഇതും, പിന്നെ അതേപോലെ തന്നെ US വിസ നമുക്ക് പാസ്സാകേണ്ടതായാലും ഷ്രിങ്കൻ വിസ എടുക്കണമെങ്കിൽ എല്ലാം നമ്മളൊരു എഫേർട്ടിലായിരിക്കും നമ്മൾ പാസ്സാകുന്നുണ്ടാവുക. പക്ഷെ ഇവർക്ക് പൈസ കൊടുത്താൽ മാത്രമേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അങ്ങനെ ഒരു
അവസ്ഥയിൽ വന്നിരിക്കുകയാണ് ഇപ്പൊ മർച്ചന്റ് നേവിയിലുള്ള ഫീൽഡ്. സോ ഇപ്പൊ മർച്ചന്റ് നേവിയിൽ മാത്രമല്ല എല്ലാ ഫീൽഡിലും ഇപ്പൊ ഇങ്ങനെ തന്നെയാണ്. സോ അതുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചാൽ നല്ലപോലെ പ്ലേസ്മെന്റ് തരുന്ന ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ കോളേജിലൊക്കെ പോയി പഠിക്കുക. സോ പ്ലേസ്മെന്റ് ഷുവാരിറ്റി എന്തായാലും എടുക്കുക. ഇല്ല DNS അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സ്പോൺസർഷിപ്പ് എക്സാം എഴുതിയിട്ട് സ്പോൺസർഷിപ്പ് കയ്യിൽ വെക്കുക. സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു കയ്യിൽ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ആ കമ്പനിയുമായിട്ടുള്ള എഗ്രിമെന്റ് ആണ്. പഠിച്ചു കഴിഞ്ഞാൽ എന്റെ കമ്പനിയിൽ ഞാൻ നിനക്ക് ജോലി തന്നിരിക്കും എന്നുള്ള എഗ്രിമെന്റ് ആണ്. സോ ആ ഒരു എഗ്രിമെന്റ് നമ്മൾ കയ്യിൽ എപ്പോഴും വെക്കുക. ആ എക്സാം കുറച്ച് ടഫായിരിക്കും. IME-CT പോലെ തന്നെയാണ് എക്സാം, പക്ഷെ അത് നമ്മൾ എഴുതിയെടുക്കാൻ. പക്ഷെ GP റേറ്റിംഗ് അങ്ങനെയുള്ള എക്സാം ഒന്നും ഇല്ല കേട്ടോ. GP റേറ്റിംഗ് അങ്ങനെയുള്ള സ്പോൺസർഷിപ്പോ കാര്യങ്ങളൊന്നുമില്ല. GP റേറ്റിംഗ് നല്ലപോലെ പ്ലേസ്മെന്റ് തരുന്ന കോളേജിൽ പോയി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ പ്ലേസ്മെന്റ് കിട്ടും. പക്ഷെ പഠിക്കേണ്ട കടമ നിങ്ങളതാണ്. നല്ലപോലെ പഠിക്കുക, നല്ലപോലെ പാസ്സാകുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേസ്മെന്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ. പിന്നെ അടുത്ത വരുന്ന ചോദ്യം വെച്ചാൽ നമുക്ക് ഈ GP റേറ്റിംഗ് കഴിഞ്ഞ് നമ്മൾ റേറ്റിംഗ് ആയിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് ഓഫീസർ ആകാനുള്ള ചാൻസസ് ഉണ്ടോ? യെസ്, ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഓഫീസർ ആകാൻ പറ്റും. നിങ്ങൾ നല്ല എക്സ്പീരിയൻസ് ആയി COP ഒക്കെ എടുത്ത് നിങ്ങൾ ഒരു AB ഇല്ല എന്നുണ്ടെങ്കിൽ ഓയിലർ എന്നുള്ള റാങ്കിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ, വാച്ച് കീപ്പേഴ്സ് എന്നുള്ള റാങ്കിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 36 മാസത്തെ എക്സ്പീരിയൻസ് ആസ് എ ഓയിലർ, ആസ് എ AB 36 മാസത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ UK ക്ലാസ് 4നും ഇല്ല എന്നുണ്ടെങ്കിൽ UK ഡെക്ക് ഓഫീസേഴ്സിന് ഉള്ള റാങ്കിനുള്ള എലിജിബിലിറ്റി ആവുന്നു. സോ അത് നിങ്ങൾക്ക് UK നിങ്ങൾക്ക് ക്ലാസ് 4ഓ അല്ലെങ്കിൽ സെക്കൻഡ് മേറ്റ് എക്സാമോ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നെതർലാൻഡ് ഉണ്ട്. സോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് COC ടിക്കറ്റ് നിങ്ങൾക്ക് എക്സാം ഒക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ പക്ഷേ എന്ന് പറഞ്ഞാൽ ഇത് വളരെ എക്സ്പെൻസീവ് ആയിരിക്കും. ഇന്ത്യൻ അപേക്ഷിച്ചിട്ട് ഇത് വളരെ എക്സ്പെൻസീവ് ആയിരിക്കും. അപ്രോക്സിമേറ്റ്ലി 15 to 20 lakh വരെ വരും. സോ അങ്ങനെയുള്ള ആ എമൗണ്ട് നിങ്ങളെ കൈമിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നല്ലപോലെ പഠിക്കുക, നല്ലപോലെ നല്ല റാങ്കിൽ വരിക, അപ്പൊ നല്ലൊരു ഓഫീസർ ആകുക എന്നായിരിക്കും കുറേ ആൾക്കാർക്കും ചിന്താഗതി. സോ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഇങ്ങനെയുള്ള ആരെങ്കിലും ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുന്നു തീർച്ചയായും ഞാൻ കരുതുന്നു. സോ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോസിന് വേണ്ടിയിട്ട് എന്തായാലും കാത്തിരിക്കുക. അടുത്ത വേഗം തന്നെ ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ നന്ദി, നമസ്കാരം, താങ്ക് യു.